എറർ ഓഫ് ഒമിഷൻ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. രണ്ട് തരത്തിലുള്ള ഒമിഷൻ ഉണ്ട്. ഒന്ന് കംപ്ലീറ്റ് ഒമിഷനും മറ്റൊന്ന് പാർഷ്യൽ ഒമിഷനാണ്. എന്താണ് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ? കംപ്ലീറ്റ് ഒമിഷൻ സംഭവിക്കാവുന്ന രണ്ട് സാധ്യതകളാണ് പറയുന്നത്. ഒന്ന് റെക്കോർഡ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴും. റെക്കോർഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ പറയാം. സാലറി കൊടുത്തു. എന്താ ജേണൽ എൻട്രി? സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. പക്ഷെ എന്ത് ചെയ്തില്ല? സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് ജേണലിൽ എഴുതേ ചെയ്തില്ല. അപ്പോൾ അതേതാണ്? ഒരു കംപ്ലീറ്റ് ഒമിഷനാണ്. എപ്പോൾ സംഭവിക്കുന്നതാണ്? ജേണൽ എഴുതുമ്പോൾ. ഓക്കെ, ഇതേ ജേണൽ എൻട്രി തന്നെ സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതി. സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് എഴുതി. എന്നിട്ട് സാലറി അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തില്ല, ക്യാഷ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തില്ല എങ്കിൽ അതേതാണ്? ഒരു കംപ്ലീറ്റ് ഒമിഷനാണ്. അതെപ്പോൾ സംഭവിക്കുന്നതാണ്? പോസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന. ഓക്കെ, അതേപോലെ പാർഷ്യൽ ഒമിഷൻ എപ്പോഴാണ് സംഭവിക്കുക? എപ്പോൾ മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ? പോസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം. എങ്ങനെയാണ് പാർഷ്യൽ ഒമിഷൻ സംഭവിക്കാം? നേരത്തെ പറഞ്ഞ സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്നുള്ള ജേണൽ എൻട്രി എഴുതി. ജേണൽ എൻട്രിയുടെ ഏരിയ പെർഫെക്റ്റാണ്. പക്ഷേ സാലറി അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എഴുതി. പക്ഷേ ക്യാഷ് അക്കൗണ്ടിൽ എന്തെഴുതിയില്ല? ബൈ സാലറി എന്ന് എഴുതിയില്ല. അപ്പോൾ അതൊരു പാർഷ്യൽ ഒമിഷനാണ്. ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ അതൊരു ഡബിൾ സൈഡഡ് എറർ ആയതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസ് എന്ത് ചെയ്യും? ടാലിയാവും. കംപ്ലീറ്റ് ഒമിഷൻ വന്നാൽ ട്രയൽ ബാലൻസ് എന്താവും? വിൽ എഗ്രി. പക്ഷെ പാർഷ്യൽ ഒമിഷൻ ആണെങ്കിൽ ട്രയൽ ബാലൻസ് എന്താവില്ല? ടാലി ആവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, യെസ്. അപ്പോൾ തിയറിയൊക്കെ വെറുതെ ഒന്ന് വായിച്ചുവിടാം. എന്താ പറയുന്നത്? എറർ ഓഫ് ഒമിഷൻ മീൻസ് ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് നോട്ട് റെക്കോർഡഡ് ഓർ പോസ്റ്റഡ് ഓർ ട്രാൻസ്ഫേർഡ് എയ്തർ വോളി ഓർ പാർട്ട്ലി ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വോളി ഓർ പാർട്ട്ലി റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എറർ ഓഫ് ഒമിഷൻ എന്ന് പറയാം. രണ്ട് ടൈപ്പ് എറർ ഉണ്ട് നമ്മൾ പറഞ്ഞു. കംപ്ലീറ്റ് ഒമിഷൻ ഉണ്ട്, പാർഷ്യൽ ഒമിഷൻ ഉണ്ട്. കംപ്ലീറ്റ് ഒമിഷൻ സംഭവിക്കുന്നത് എപ്പോഴാണ്? റെക്കോർഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ജേണൽ എഴുതുമ്പോഴും. റെക്കോർഡ് അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ജേണൽ ചെയ്യുമ്പോഴും ലെഡ്ജർ ചെയ്യുമ്പോഴും വരാം. എന്നാൽ പാർഷ്യൽ ഒമിഷൻ സാധാരണ സംഭവിക്കാറ് എപ്പോഴാണ്? ലെഡ്ജർ പോസ്റ്റ് ചെയ്യുമ്പോഴാണ്. റെൻ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എഴുതി, റെൻറ്റിൽ ടു ക്യാഷ് എഴുതി, പക്ഷേ ക്യാഷിൽ എന്ത് എഴുതിയില്ല? ബൈ റെൻ്റ് എഴുതിയില്ല. അപ്പോൾ ട്രയൽ ബാലൻസ് കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ എഗ്രി ആവും, പാർഷ്യൽ ഒമിഷൻ എഗ്രി ആവില്ല എന്നാണ് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. കംപ്ലീറ്റ് ഒമിഷൻ എക്സാമ്പിൾ നോക്കാം. വൈൽ റെക്കോർഡിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? സാലറി പെയ്ഡ് 2000 വാസ് ഒമിസ്റ്റഡ് ടു റെക്കോർഡ്. സാലറി ഒരു പെയ്ഡ് ഒരു ട്രാൻസാക്ഷൻ നടന്നു, പക്ഷെ അത് തീരെ നമ്മൾ എന്ത് ചെയ്തില്ല? റെക്കോർഡ് ചെയ്തില്ല എന്നുള്ളത് കംപ്ലീറ്റ് ഒമിഷനാണ്. നമ്മുടെ ട്രയൽ ബാലൻസ് എന്താവും? ഈക്വൽ ആവും. കാരണം ഡെബിറ്റിൽ നിന്നും ക്രെഡിറ്റിൽ നിന്നും ഒരു എമൗണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പോസ്റ്റ് ചെയ്യുമ്പോഴാണ് റെൻറ്റ് പെയ്ഡ് 5000, ഇറ്റ് റെക്കോർഡഡ് അങ്ങനെ പറഞ്ഞ് ജേണൽ എഴുതിയിട്ടുണ്ട്. റെൻ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ് എന്ന് കറക്റ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷേ റെൻ്റ് അക്കൗണ്ടിൽ എന്ത് എഴുതിയില്ല? ടു ക്യാഷ് എഴുതിയില്ല. ക്യാഷ് അക്കൗണ്ടിൽ എന്ത് എഴുതിയില്ല? ബൈ റെൻ്റ് എഴുതിയില്ല. അങ്ങനെയാണെങ്കിൽ അതേതാണ്? കംപ്ലീറ്റ് ഒമിഷനാണ്. ഓക്കെ, അടുത്ത് പാർഷ്യൽ ഒമിഷൻ കൂടെ പറയാം. ട്രയൽ ബാലൻസ് വിൽ നോട്ട് എഗ്രി ആണ്. കാരണം ഒരു സിംഗിൾ സൈഡഡ് എറർ ആണല്ലോ. എക്സാമ്പിൾ പറയുന്നത് സോൾഡ് ഗുഡ്സ് 10,000 രൂപയുടെ സെയിൽ ചെയ്തു. ജേണൽ എഴുതി ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ക്യാഷിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്രെഡിറ്റ് ചെയ്തില്ല ഇവിടെ സെയിൽസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പാർഷ്യൽ ഒമിഷനാണ്. ക്രെഡിറ്റഡ് സെയിൽസ് അക്കൗണ്ട്, ഒമിറ്റഡ് ടു ഡെബിറ്റ് ഇൻ ക്യാഷ്. ക്യാഷിൽ പോസ്റ്റ് ചെയ്താൽ വിട്ടുപോയി, എവിടെ എഴുതി? സെയിൽസിൽ എഴുതി.